ഓ എന്റെ ഈശോയെ മരുന്നങ്ങ് തീർന്നല്ലോ. കൊച്ചേ കൊച്ചേ, ഓ അതും അങ്ങ് പോയല്ലോ. അമ്മച്ചി പറ. ഈ മാസത്തെ മരുന്ന് വാങ്ങാൻ അമ്മച്ചി അങ്ങ് മറന്നുപോയി. ഒന്ന് വാങ്ങിച്ചോട് തരാമോ മോനെ? അമ്മച്ചി, ഞാൻ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. തിരുവനന്തപുരത്ത് വന്നേക്കോ, ഒരു മീറ്റിംഗ് ഉണ്ട്. നോക്കട്ടെ അമ്മച്ചി, ആരെങ്കിലും ഉണ്ടെങ്കിലേ അങ്ങോട്ട് വിടാം. മോനെ പെട്ടെന്നൊന്ന് വിടണേ. അമ്മച്ചി ഇതേവരെ മരുന്ന് കഴിച്ചില്ല. പിന്നെ ഇവിടെ സമയമില്ല സമയത്താ കിളവിയുടെ മരുന്ന്. പണിയൊന്നുമില്ല. ആരാ അമ്മച്ചി മരുന്ന് കഴിക്കാത്തേ? മോളെ, ഞാൻ എന്റെ കാര്യം പറഞ്ഞതാ. അപ്പൊ അമ്മച്ചി ഒറ്റയ്ക്കാണോ താമസം? മക്കളൊക്കെ കുടുംബമായിട്ട് അങ്ങ് ഗൾഫില. പിന്നെ എന്നെ നോക്കാനൊരു കൊച്ചുണ്ട്. അതിനോട് ഞാൻ മരുന്നിന്റെ കാര്യം പറയാൻ അങ്ങ് മറന്നു. അയ്യോ, അതിനാണ് അമ്മച്ചി വിഷമിക്കുന്നത്. നമ്മുടെ NDPC ജംഗ്ഷനിലെ ആശ്വാസ് മെഡിക്കൽസ് ഉണ്ടല്ലോ, അവിടെ അമ്മച്ചിയുടെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ മതി. എല്ലാ മാസവും അമ്മച്ചിക്ക് വേണ്ട മരുന്നുകൾ വീട്ടിലെത്തും. കൂടാതെ ആശ്വാസ് മെഡിക്കൽസിൽ എല്ലാ മരുന്നുകൾക്കും 15% വരെ ഡിസ്കൗണ്ട്, അതും ബില്ലിൽ. 2019 ഞാൻ വന്നത്. അന്നോട്ട് ഇവിടുന്നാണ് ഞാൻ മരുന്ന് വാങ്ങിക്കുന്നത്. എൻ്റെ അമ്മയ്ക്കും മദറിനിലേക്കും സിസ്റ്ററിനിലേക്കും വൈഫിനും ഒക്കെ ഞങ്ങൾ നമ്മുടെ അമൃത, അതുപോലെ ബിലീവേഴ്സ്, പരിമല ഹോസ്പിറ്റൽ, അവിടെ നിന്നൊക്കെ കുറിച്ചെന്ന മരുന്ന് കൃത്യമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അതും വളരെ വിലക്കുറവിൽ ആണ്. അതുകൂടാതെ ഇവിടെ സ്റ്റാഫൊക്കെ വളരെ വളരെ സുഖമായിട്ട് നല്ലവണ്ണം പെരുമാറുന്നവരാണ്. ഞങ്ങളിവിടെ മരുന്ന് മേടിക്കാൻ വന്ന് ഇവിടെ മാറ്റുന്നില്ലെങ്കിൽ പോലും 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരും. അതിനൊരു വലിയ സഹായം ഇവിടെ ചെയ്തു തരുന്നത്. 2019 ചിങ്ങോലിയിൽ ആരംഭിച്ച ആശ്വാസ് ഫാർമസി കഴിഞ്ഞ 5 വർഷക്കാലമായി സാധാരണപ്പെട്ട ചിങ്ങോലിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ രീതിയിൽ മരുന്ന് വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിൽ ആകമാനം 300 മെഡിക്കൽ സ്റ്റോറുകളാണ് ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസിയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഏതൊരു സ്ഥാപനത്തെക്കാളും വളരെയേറെ വിലക്കുറവാണ് ആശ്വാസ് കമ്മ്യൂണിറ്റിയിലെ ഫാർമസിയിലെ മരുന്നുകൾക്ക് ജനങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുന്നത്. ഇതുവരെ ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് പ്രിയപ്പെട്ട നാട്ടുകാർ ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന സഹകരണം, അതിനുള്ള നന്ദിയും കടപ്പാടും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും ഈ സ്ഥാപനം മുന്നോട്ട് പോകുവാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു.